Some mistakes get made, that's alright, that's okay. You can think that you're in love. ഹലോ ഗൈസ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഒരുപാട് നാളത്തിന് ശേഷം ഞാനിപ്പോൾ അലൈറ്റ്മോഷൻ്റെ ഒരു ട്യൂട്ടോറിയലായിട്ട് വന്നിരിക്കുകയാണ്. കമൻറ്റ് സെക്ഷനൊക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, ഒരുപാട് അലൈറ്റ്മോഷൻ്റെ ഫാൻസ് ഇങ്ങനെ പറയുന്നുണ്ട് അലൈറ്റ്മോഷൻ്റെ ട്യൂട്ടോറിയൽ എവിടെ എന്നുള്ളത്. സോ ആക്ച്വലി ഒരു കണ്ടൻറ്റ് കിട്ടാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ അലൈറ്റ്മോഷൻ്റെ ട്യൂട്ടോറിയലൊന്നും ചെയ്യാത്തത്. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള കണ്ടൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ കണ്ടൻറ്റ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ അതിനനുസരിച്ചിട്ട് എനിക്ക് ഇനി ഭാവിയിൽ ട്യൂട്ടോറിയൽസ് ചെയ്യാനായിട്ട് പറ്റും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അലൈറ്റ്മോഷനിൽ ഒരു ലിറിക്കൽ വീഡിയോ ആയിട്ടാണ്. ആക്ച്വലി ഈ ഒരു വീഡിയോ ഭയങ്കര ട്രെൻഡിങ് ആണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് വ്യൂസ്, മില്യൺ കണക്കിന് വ്യൂസൊക്കെ വരുന്ന ഒരു ലിറിക്കൽ സ്റ്റാറ്റസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റീക്രിയേഷൻ അതെങ്ങനെ നമുക്ക് അലൈറ്റ്മോഷനിൽ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാണ്ട് പോകുന്നത്. സോ ആക്ച്വലി ഞാൻ കണ്ടുപിടിച്ചൊരു ലിറിക്കൽ വീഡിയോ ഒന്നും അല്ല കേട്ടോ, സ്റ്റാറ്റസ് ഒന്നുമല്ല. ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോൾ അതൊന്ന് റീക്രിയേറ്റ് ചെയ്യുന്നു എന്ന് മാത്രം. സോ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം. എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ അലൈറ്റ്മോഷൻ എന്ന് പറയുന്ന ആപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അലൈറ്റ്മോഷൻ ഓപ്പൺ ചെയ്യുന്ന മുമ്പായിട്ട് തന്നെ 3 സ്റ്റെപ്പ് നമ്മൾ ചെയ്യാനുണ്ട്. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ സോങ് സെലക്ഷൻ ആണ്. നല്ലൊരു സോങ് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ മോറൽ ഓഫ് ദ സ്റ്റോറി എന്ന് പറയുന്ന സോങ്ങാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്പോട്ടിഫൈ ഓപ്പൺ ചെയ്യാം. സ്പോട്ടിഫൈ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സെർച്ച് ബാർ എടുത്തതിന് ശേഷം നിങ്ങളുടെ സോങ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ മോറൽ ഓഫ് ദ സ്റ്റോറി എന്ന് പറയുന്ന സോങ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് അത് സെർച്ച് ചെയ്തപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. ഓക്കെ, ഞാനൊന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഗാലറി ഓപ്പൺ ചെയ്തതിന് ശേഷം ജസ്റ്റ് അതൊന്ന് ക്രോപ്പ് ചെയ്ത് കൊടുക്കണം. ഇതാണ് നമ്മുടെ സ്ക്രീൻഷോട്ട്. നമുക്ക് ഈ ഒരു ഭാഗം, ഈ ഒരു മോറൽ ഓഫ് ദ സ്റ്റോറി എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു ഭാഗം മാത്രം മതി. സോ ഞാനിവിടെ ഓൾറെഡി സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ. ഓക്കെ, അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആ ഒരു മ്യൂസിക്കിൻ്റെ ലിറിക്സ്, ഞാനിപ്പോൾ മോറൽ ഓഫ് ദ സ്റ്റോറി ലിറിക്സ് എന്ന് സെർച്ച് ചെയ്തപ്പോൾ അതിൻ്റെ ലിറിക്സ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു ലിറിക്സ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു ഭാഗം മാത്രമാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ഭാഗം മാത്രം ഞാനിപ്പോൾ വീഡിയോ ആക്കുന്നുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് അതൊന്ന് കോപ്പി ചെയ്ത് വെക്കുക. ഇനി നമുക്ക് നമ്മുടെ